പുറപ്പാട് പുസ്തകം 31 1 തുടങ്ങി 5 വരെ നോക്കാം. Exodus chapter 31. Hallelujah. Ribasha, ribana, ribane, ribane, rikambala, barabashagana. Udamdagam dala barabasha, pamar, marabadi, vida, hatteshagala, kapetachudam baba. Tara must mute and unmute it. പുറപ്പാട് 31 1 തുടങ്ങി 5 വരെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ, ഞാൻ യെഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ചു ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയുന്ന യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ, ഞാൻ യഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അമ്മയോ എന്ന് വെച്ചാൽ ഹൂരിന്റെ ഹല്ലേലൂയ. അപ്പൊ വല്യപ്പച്ചന്റെ പേരിലാണ് ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് അത് വെച്ചിട്ടാണ് ആമ ഇവിടെ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. എന്തൊക്കെ ബെസലേൽ വിളിച്ചിട്ട് ഹല്ലേലൂയ. ആമേൻ. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യാനും രക്തം വെട്ടി പതിപ്പിക്കാനും മരത്തിൽ കൊത്തുപണി സകലമായ പണിത്തരം ഉണ്ടാക്കി ഞാനും ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പൊന്ന് ഉണ്ട്, കൗശലപ്പണികളെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അത് കഴിയുമ്പോ പൊന്ന്, വെള്ളി, ഹല്ലേലൂയ, രക്തം, താമ്രം, അല്ലേ, ഇതെല്ലാം ഒരു പണി ഒരാൾ തന്നെ എല്ലാ പണിയും ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. കാരണം സ്വർണ്ണപ്പണി ചെയ്യുന്ന വെള്ളിപ്പണി ചെയ്യത്തില്ല, വെള്ളിപ്പണി ചെയ്യുന്ന താമ്രത്തിന് പണി വരും, ഇരുമ്പിന് പണി ചെയ്യത്തില്ല, അമ്മയും പണി ചെയ്യുന്ന രത്നത്തിന് പണി ചെയ്യാറില്ല. ഹാലുവേ. ഇതിവിടെ എല്ലാ പിന്നെ മരം, ഹാലുവേ, ഇതിന്റെ എല്ലാ പണിയും ചെയ്യാനുള്ള എല്ലാ പണിയും, എന്നിട്ട് സകലവിധം, എന്നിട്ട് ആരും കൂടെ കൂട്ടി പറയാ വെച്ചാൽ ഇതൊന്നും പോരാഞ്ഞ് എല്ലാവിധം എന്താ സകലവിധ പഠിത്തരം ഉണ്ടാക്കാൻ ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ നിറച്ചിരിക്കുന്നു. അപ്പൊ കാര്യം ദൈവം ഒരുവനെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ചു കഴിഞ്ഞാൽ അവന് സകലത്തിനുള്ള ജ്ഞാനം ഉണ്ടാവും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ, ചില ആൾക്കാരെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തപ്പോ ഹല്ലേലൂയ കിടന്ന് വഴക്ക് പറയണത്. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൊണ്ടാണ് എന്താണെന്നറിയാ, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഡെയിലി ട്യൂഷന് പറഞ്ഞു വിടാതെ ഇരുത്തിയിട്ട് 2-3 വാക്യം കാണാതെ പഠിപ്പിക്കാൻ തുടങ്ങുക, ബൈബിള് വായിപ്പിക്കാൻ തുടങ്ങുകയെങ്കിൽ ഏത് ബുദ്ധിയില്ലാത്ത കുഞ്ഞിനും ബുദ്ധി ഉണ്ടായി തുടങ്ങും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞു ഹല്ലേലൂയ, ആമേൻ, ദൈവദാസൻ ശുശ്രൂഷ ഉണ്ടപ്പോൾ മന്ദബുദ്ധിയായ ഒരു കൊച്ചിനോട് ഹല്ലേലൂയ, അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞ്, നിന്റെ വായി വിസ്താരത്ത് തുറക്കുക, അതിനെ ഞാൻ നിറയ്ക്കുമെന്ന് പറഞ്ഞു. ഇവൻ വല്ലതും തിന്നാൻ കിട്ടുമെന്ന് വെച്ചാൽ വാ തുടക്കം മുതൽ അവസാനം വരെ വാ തുറന്ന് പൊളിച്ചു പിടിച്ചോണ്ടിരുന്നു ഇങ്ങനെ ആന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അവസാനം ഹല്ലേലൂയ, അന്നത്തെ ദിവസം ദൈവം അവനെ അങ്ങ് നിറച്ച് കൃപയാൽ. ഹല്ലേലൂയ. അവൻ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിന്റെ കളക്ടറായിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലേക്ക്, അതായത് ദൈവത്തിന്റെ വചനം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നിറച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവന്റെ ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോരുത്തരും ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പം, ദൈവഭക്തിയിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ വെക്കാൻ തുടങ്ങിയപ്പോൾ വലിയ എഫർട്ട് കൊടുക്കാതെ അവർക്ക് ഹല്ലേലൂയ എല്ലായിടത്തും മുൻപന്തിയിൽ എത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് മറ്റൊന്നുമല്ല, ഞാൻ അവരുടെ ഹല്ലേലൂയ കഴിവും എടുക്കും ബുദ്ധിയും ശക്തിയും ഒന്നുമല്ല, ദൈവത്തിന്റെ ജ്ഞാനം അവരുടെ മേൽ വരുന്നതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം, ഇപ്പൊ നമ്മൾ തന്നെ വചനം സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് പള്ളികളിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരെക്കാട്ടി ജ്ഞാനത്തോടെ നമ്മൾ മിക്കവാറും വചനം സംസാരിക്കാറുണ്ട്. ഇല്ലേ? വലിയതൊന്നുമല്ല പറയാം, നമ്മൾക്ക് വചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടാറുണ്ട്. പല ആൾക്കാർക്കും പ്രശ്നം വെച്ചാൽ വചനം വെളിപ്പെട്ട് കിട്ടത്തില്ല. ഞാൻ പലരുടെയും ഇങ്ങനെ കമന്റുകളൊക്കെ പല യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ, അപ്പൊ വചനം
ഞങ്ങൾ വായിക്കും, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ പലരും വായിച്ചിട്ട് അവർക്ക് മനസ്സിലാകാത്ത കാര്യം, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഈ അക്ഷരം കറുത്ത അക്ഷരത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല ഇതിനുള്ളിൽ കിടക്കുന്നത്. ഇതിനകത്ത് ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളായിരിക്കുന്ന മൊത്തം. ആമേൻ, ആമേൻ. ആമേൻ, സ്തോത്രം. ഈ രഹസ്യങ്ങൾ പൊഴിഞ്ഞു കിട്ടണമെങ്കിൽ, ഈ മർമ്മം വെളിവായി വരണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനത്തെ അറിയഞ്ഞ് സ്നേഹിച്ച് അതിനകത്ത് രസിക്കാനായിട്ട്, അല്ല അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം നിറയണം. സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് സകല വചനം കൊണ്ടും ജീവിക്കുന്ന പറയുമ്പം, അപ്പം കൊണ്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ വചനം കൊണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കണം. വചനം ഭക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. വചനം ഭക്ഷിക്കുക എന്ന് പറയുന്നല്ല, വചനം വായിക്കുക എന്നല്ല, വചനം ഭക്ഷിക്കാനായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ അത് നമ്മുടെ ആത്മാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ അകത്ത മനുഷ്യന്റെ ഭക്ഷണമാണെന്ന് കരുതി തന്നെ ഇത് ഭക്ഷിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹത്തോടുകൂടി നമ്മൾ വചനം, ഇപ്പൊ വചനം മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നവരോട് നമ്മൾ പറയപ്പോഴും വചനം എടുത്ത് കൈ വെച്ചിട്ട് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എനിക്കിത് വായിക്കുമ്പോൾ ഇത് ഗ്രഹിക്കാനുള്ള ജ്ഞാനം കൂടെ തന്നെ. അത് ജ്ഞാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓടി നടന്ന പ്രസംഗം കേട്ടാൽ പോരാ, യൂട്യൂബിൽ പ്രസംഗം വെച്ച് കേട്ടാൽ പോരാ. ഓടി ഏതൊക്കെയൊക്കെ മീറ്റിങ്ങുകൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയാൽ പോരാ. അവിടെയൊക്കെ പോയെന്ന് ചോദിച്ചാൽ ഈ ജ്ഞാനം ലഭിക്കണമെന്നില്ല. ദൈവസന്നിധിയിൽ നമ്മൾ ആർത്തിയോടെ ദൈവമേ എനിക്ക് ഇതിന്റെ വാതിൽ തുറന്നു തന്നെ, എനിക്കിത് വായിക്കാനായിട്ട് വായിക്കുമ്പോൾ എനിക്കിത് ഗ്രഹിക്കാൻ പറ്റണമെന്ന് പറഞ്ഞ് നമ്മൾ വചനവുമായിട്ട് ദൈവം പ്രാർത്ഥിച്ച് നമ്മൾ വായിക്കണം. ദൈവം അത് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും നമുക്ക്. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറഞ്ഞു, ഇവിടെ നമ്മൾ രണ്ട് പേരുടെ പറയും, ഹൂരിന്റെ മകനായ എന്ന് വെച്ചാൽ ഹൂരിനെയാണ് ദൈവത്തിന് ഒരു വല്യപ്പച്ചന്റെ പേരിലാണ് ബെസലേലിൽ ജ്ഞാനം കൊടുത്തത്. ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 17-ാം അധ്യായത്തിലേക്ക് പോകാൻ 8 തുടങ്ങിയിട്ടുള്ള വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. രഫദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹ്റോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്ക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. പിന്നെ മോശെ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി എന്ന് യഹോവന്റെ ജയക്കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ ജനം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അവിടെ യഫീദിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞ് പുറപ്പെട്ട് അമാലേക്ക് യുദ്ധം ചെയ്യാൻ, ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കീഴിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞ പോലെ യോശുവ ചെയ്ത് അമാലേക്കിന്റെ പോയത്. എന്നാൽ മോശ അഹ്റോനും ഹൂരും മുകളിൽ കയറി. മോശ കൈ ഉയർന്നിരിക്കും, ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ മലമുകളിൽ കയറി മോശ വടി കൈ വടി ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു ജയിക്കും, അത് താഴ്ന്നു പോകുമ്പോൾ ഒരു തോക്കുന്നൊരവസ്ഥ. അപ്പം ഹല്ലേലൂയ. ചിലപ്പോൾ മോശ പ്രതീക്ഷിച്ച സമയത്ത് യുദ്ധം നിന്ന് കാണത്തില്ല. കാരണം മോശ വിചാരിച്ചു കാണാം പെട്ടെന്ന് യുദ്ധം നിൽക്കുമായിരിക്കും എന്ന് വെച്ചാൽ കൈ. പക്ഷെ ഒരു മനുഷ്യൻ എത്ര നേരം കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക? നമ്മളൊക്കെ ആരാധിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴൊക്കെ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് കുറേ നേരമൊക്കെ നമുക്ക് കൈ അടിക്കാൻ തുടങ്ങും അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പയ്യെ ആ കൈ താത്തി ഈ കൈ പൊക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാണ്. ഇവിടെ അങ്ങനെ കൈ താഴുമ്പോഴൊക്കെ
അമാലേക്ക് ജയിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഹൂരും അഹരോനും എന്ത് ചെയ്യുന്ന, അവർ കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് മോശ അതിനകത്ത് ഇരുത്തിയിട്ട് അവർ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്ന് മോശയുടെ കരം താങ്ങി പിടിച്ചു നിന്നു. ഹല്ലേലൂയ. ആ യുദ്ധം കഴിയും വരെ അവർ കരം താങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ അഭിഷിക്തന്റെ കരം താങ്ങി പിടിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ആ സമയത്ത് ജനം ജയിക്കാൻ ഇടയായത്. അപ്പൊ ഹൂര് ചെയ്ത ഈ ഒരു പ്രവർത്തി ഹല്ലേലൂയ ആമേൻ, അവിടെ മോശയുടെ കരം താങ്ങി. ഹല്ലേലൂയ ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഹല്ലേലൂയ ആമേൻ, നമ്മൾ ചില കരമൊക്കെ താങ്ങി നമ്മൾ ചില സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. ഇവിടെ അവരെ കുറിച്ച്, അമാലേക്കിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, മോശയുടെ നീ ഇത് ഓർമ്മയ്ക്കായിട്ട് പുസ്തകത്തിൽ എഴുതി അവർ വായിച്ച് കേൾപ്പിക്കുക എന്നൊക്കെ. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നുണ്ടെന്നാണ്. നമ്മൾ സഭയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആ ദൈവദാസൻ നമ്മൾ അങ്ങോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തെന്ന് കരം താങ്ങി അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വിലക്കായിട്ട് നമ്മൾ കരം താങ്ങുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിടത്തേക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് എഴുതപ്പെടുന്നത് നമ്മുടെ കണക്ക് പുസ്തകത്തിലല്ല, ഇതൊക്കെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. അത് ആമേൻ അപ്പൂപ്പന്റെ കാലത്ത് ചെയ്തത് കൊച്ചുമകന് ദൈവം എന്താ ജ്ഞാനമായിട്ട് അങ്ങോട്ട് പകർന്നു കൊടുക്കുക. ഹല്ലേലൂയ. അവിടെ അതുകൊണ്ട് എടുത്തു പറഞ്ഞ ഹൂരിന്റെ മകനായ ഹൂർ എന്ത് ചെയ്തു? അഭിഷിക്തന്റെ കരം താങ്ങിയതാ. അതുകൊണ്ട് അത് ഞാൻ മറന്നു പോകുന്ന ദൈവമല്ല. അപ്പൊ ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നമ്മുടെ ദൈവം ഒന്നും മറന്നു പോകുന്ന ദൈവമല്ല. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആമേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആമേ അതിനെല്ലാം ഓർത്തു വെച്ച് പ്രതിഫലം തരുന്ന ദൈവം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറയായി അതിനെ ഓർത്ത് വെച്ച് മാനിക്കുന്ന ഒരു ദൈവം. ഹൂരിന്റെ കൊച്ചുമകനായ ബെസലേലിന് ഇത്രയും ജ്ഞാനം ദൈവം കൊടുക്കാൻ കാരണം ഒരു തിരഞ്ഞെടുപ്പ് അവിടെ നടന്നു. ഹല്ലേലൂയ. ആരുടെ പേര് നടന്നു? വല്യപ്പച്ചന്റെ പേര് നടന്നു. ആമേൻ. സാറാമദോസ്ര എന്ന് നിങ്ങൾ അവരൊന്നൊക്കെ ചെയ്യുമ്പോൾ കൊച്ചുമക്കൾക്കായിരിക്കും ചിലപ്പോൾ അതിന്റെ ദൈവം പ്രതിഫലമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ അവിടെ പറയും, ദൈവം പറയും സാറാമ്മയുടെ മകളുടെ മകൻ മകൾ എന്ന് പറഞ്ഞ ആ ദൈവം അവിടെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ അമ്മയും പിതാക്കന്മാര്, നമ്മുടെയൊക്കെ പിതാക്കന്മാരൊന്നും തിരിച്ചറിഞ്ഞ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ചിലപ്പം നമുക്ക് ചിലപ്പോൾ അതുപോലെ വലിയ ഫേവർ ഒന്നും ലഭിക്കും, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ഈ ഉണർന്നിരിക്കുന്നത്, മുട്ടുമടക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ വചനം ആമേൻ ധ്യാനിക്കുന്നത്, മറ്റുള്ളവരെ ദൈവരാജ്യത്തിന് വേണ്ടി ആരെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത, ഒന്ന് കരം പിടിച്ച് സപ്പോർട്ട് ചെയ്ത, ഒന്ന് കരം കൊടുത്ത് സപ്പോർട്ട് ചെയ്ത, ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഇത് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തലമുറയായി ഇത് അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ആഗ്രഹം അത് തന്നെയല്ലേ. ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമ്മളുടെ ലൈഫ് കൊണ്ട് അങ്ങ് തീരുമെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ജീവിച്ച് അങ്ങ് മരിച്ചു ഒരു കുഴപ്പമില്ല. കാരണം ഇത് ഇവിടം കൊണ്ടങ്ങ് തീരുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വരും തലമുറയ്ക്ക് വെക്കുന്ന ഒരു ഡിപ്പോസിറ്റ് ആണ് നമ്മുടെ ജീവിതം. നമ്മൾ ഇന്ന് സമ്പത്തിൽ മതിച്ച് പുളച്ച് ഹല്ലേലൂയ ആമേൻ തോന്നിയ പോലെ ഹല്ലേലൂയ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ അനുഭവിക്കാൻ പോകുന്ന ആരാധന വരും തലമുറ. അതിന്റെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് തീയതാണ്, നമ്മൾ കൊണ്ടങ്ങ് തീരുന്ന കുഴപ്പമില്ലെന്നൊക്കെ. പക്ഷെ നമ്മൾ കൊണ്ട് തീരത്തില്ല. നമ്മളിവിടെ വിതച്ചിട്ട് പോകുന്നത് കൊയ്യാനായിട്ട് നമ്മുടെ ശേഷം ഒരു തലമുറയുണ്ട്. അവര് കൊയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളിവിടെ വിതയ്ക്കുന്നതാ. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഒത്തിരി കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസത്തിലൊക്കെ കടന്നു പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പിതാക്കന്മാർ വിതച്ചിരിക്കുന്ന മുള്ളും പറക്കാരെയാണെന്നേ. അതിനെല്ലാം കളഞ്ഞ് വെടിപ്പാക്കി നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിനായി നമ്മൾ മാറണം. നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും തീയുടെ ശോധനകളും ഒക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇപ്പം ഇതെല്ലാം മാറി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ പിന്നെ ഒരു മുള്ളും പറക്കാരെയും വെട്ടാൻ നിൽക്കേണ്ട, കളയാൻ നിൽക്കേണ്ട. അവർക്ക് ആ ഫലത്തിലേക്ക് തന്നെ, ആ മുന്തിരിയുടെ അനുഭവത്തിലേക്ക് തന്നെ പോകാൻ പറ്റും. കാരണം അവരുടെ പിതാക്കന്മാര് അവർക്ക് വിതച്ച് ആക്കി നട്ടുപിടിപ്പിച്ച് മുള്ളും പറക്കാരെയും അല്ല, കാട്ടുമുന്തിരിക്ക അല്ല അവിടെ മുളച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിന്റെ ഫലം അനുഭവിച്ച് മുൻപോട്ട് പോകാൻ കഴിയും.
ആമേൻ, സ്തോത്രം. ഹാല അതുകൊണ്ടാണ് പറയാം, നമ്മൾ ചെയ്യുന്നത് ഹാല നല്ലതായാലും തീയതായാലും തക്ക പ്രതിഫലം ദൈവത്തിന് നിൽക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഹാല അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഇന്ന് വിതയ്ക്കുന്നത് അതാണ് നമ്മുടെ വരും തലമുറ കൊയ്യാൻ പോകുന്നത്. ഹാലലുയ. അതുകൊണ്ടാണ് ഞാൻ പറയാം, പലരും പറയും നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആക്കി വെക്കുന്ന സമ്പാദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ റിസൾട്ടാണെന്ന്. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? ഹാലേലിയ. നിങ്ങൾക്ക് ചിലപ്പം ഈ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ അനുഗ്രഹം അനുഭവിക്കാനൊന്നും ചിലപ്പോൾ ദൈവം ഭാഗ്യം തന്നില്ല എന്ന് വരും. പക്ഷെ നിങ്ങൾ അനുഗ്രഹം അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഹാലേലി നിങ്ങളുടെ തലമുറകൾക്ക് ഹാലേലി ദൈവം വലിയ അനുഗ്രഹത്തിന്റെ കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. അവരെ ഓർത്തിട്ടെങ്കിലും ഉണപ്പെടാൻ പറയാം. അവരെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ട ബുദ്ധിമുട്ടിലൂടെ, നമ്മൾ കണ്ട ശാപത്തിലൂടെ, നമ്മൾ കണ്ട രോഗത്തിലൂടെ, നമ്മൾ കണ്ട പ്രയാസത്തിൽ കൂടെ അവർ കടന്നു പോകരുത് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ ആര് കേൾക്കാൻ? ഇന്ന് പലരും എന്താ പറയാ, എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ, പക്ഷെ ഞാൻ അവരോടൊക്കെ ചോദിക്കാം, നിങ്ങൾ പോകുമ്പോൾ കിട്ടുന്ന എൻജോയ്മെന്റ് ആ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കള്ള് കുടിക്കുന്ന പലരും പറയും സങ്കടം മറക്കാൻ, ദുഃഖം മറക്കാൻ, സന്തോഷം വരാൻ വേണ്ടി. പക്ഷെ ഈ കള്ളിന്റെ കെട്ടങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ പഴയതല്ല അതുപോലെ തന്നെയല്ലേ നിൽക്കുന്നത്. എവിടെയെങ്കിലും ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമോ? കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു, അദ്ദേഹം ഈ മാനസിക മാനസികമായിട്ടുള്ള എന്താ പറയാ മനോരോഗികളുടെ ഇടയ്ക്ക്, മാനസിക രോഗികളുടെ ഇടയിൽ പോയി ശുശ്രൂഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ദിവസം ഒരു ആള് പറഞ്ഞത് ഹാലലൂയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്ര, ഹാലലിയ, പാസ്റ്റർ അത് പ്രസംഗിക്കാൻ തുടങ്ങും, പാസ്റ്റർ വചനം കേൾക്കാൻ തുടങ്ങിയ സുഖമായി ഉറങ്ങും. പാസ്റ്റർ വചനം പറഞ്ഞ് തീരും വരെ ഞാൻ ഉറങ്ങും. കാരണം അയാളോട് ഡോക്ടറോട് പറഞ്ഞാൽ അയാൾക്ക് എത്ര സ്ലീപ്പിംഗ് പിൽസ് കൊടുത്താലും ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യൻ. അയാൾക്ക് ഉറക്കമില്ല എന്നുള്ള അയാളുടെ പ്രശ്നം. പക്ഷെ അയാൾ ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വരുമ്പോൾ അയാൾ സുഖമായിട്ട് ഉറങ്ങുന്നവരുണ്ട്. ഹാലലൂയ. കാരണം വചനം ഹാലലൂയ എന്താ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. അയാൾക്കത് കേൾക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലെ പ്രശ്നം കൊണ്ടാണല്ലോ ഉറങ്ങാൻ പറ്റാത്തത്. അപ്പൊ ഹൃദയത്തിലെ സന്തോഷമായാലും സുഖമായിട്ട് ഉറങ്ങും. അതും ഒരു ഗുണമാണെന്നാ മനസ്സിലാക്കുക. കാരണം ഒത്തിരി സ്ലീപ്പിംഗ് പിൽസ് കൊടുത്താലും ഉറങ്ങാൻ പറ്റാത്തത് ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നത് അത് നല്ലതല്ലേ? ഹാലലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതാണ്. ഹാലേലുയ. ഹൃദയത്തെ സന്തോഷം, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന. ഹാലേലിയ. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം. ഹാലേലിയ. ഹാലേലിയ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ പച്ചന്. ഹാലേലിയ. ഒരു കാര്യം വേണ്ട, ദൈവത്തിന്റെ വചനം കേൾക്കാൻ പിശാച് അനുവദിക്കാതിരിക്കുന്നതാണെങ്കിലോ? അല്ല, അത് വേറൊരു രീതിയിലുണ്ടോ? പിശാച് അനുവദിക്കാതിരിക്കുന്നത് ദൈവവചനം ഗ്രഹിക്കാൻ സമ്മതിക്കാതെ ഉറക്കിക്കളയുന്നതുണ്ട്. എന്നാലും ഞാൻ പറയുന്നത്, ഇയാളുടെ പ്രശ്നം പിശാചാണല്ലോ ഇയാൾ ഉറക്കം കൊടുക്കാതിരിക്കുന്നത്. രോഗമായിട്ട് ഇയാൾ കയറി നിൽക്കുന്നത്. പക്ഷെ പിശാച് ആ സമയത്ത് ഇയാൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു തെളിവും കൂടിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കി, നമ്മൾ രോഗമിടുന്ന, നമ്മൾ ഭാരമിടുന്ന, നമ്മുടെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന, നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നത് പിശാചാ. പക്ഷേ ഈ ദൈവവചനം ആ പ്രസൻസ് പറയുമ്പോൾ പിശാചിന് അവന്റെ മേൽ അതിന്റെ അധികാരം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തെളിവും കൂടിയാണ് ഇത്. സാധാരണ ഇപ്പോഴും നമ്മൾ പറയുന്ന പിശാചി വചനം കേൾപ്പിക്കാൻ കഴിയാതെ നമ്മൾ ഉറക്കിക്കളയുന്നു. അപ്പൊ നമ്മൾ ഉറക്കാനും ഉണർത്താനും പിശാചിന് കഴിയും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അവന് ഹാലലാസോസ്. അപ്പൊ ഇവിടെ വചനം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഞാൻ എപ്പോഴും അനുഭവിച്ചത്, നമ്മുടെ ഗ്രൂപ്പുള്ളവർക്ക് അറിയാം, എനിക്ക് പലപ്പോഴും ഭയങ്കര ചുമയും എന്താ പറയാ സംസാരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുമായിട്ട്. പക്ഷെ ഇരിക്കുമ്പോൾ അവൾ വചനം എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കും. വചനം പറയാൻ തുടങ്ങുമ്പോൾ ഈ രോഗം, ചുമയില്ല, അസ്വസ്ഥതയില്ല, ഒന്നുമില്ല. നമ്മൾ വചനം പറഞ്ഞു തീർക്കുക. അത് കഴിയുമ്പോൾ വീണ്ടും ചുമയ്ക്കും. പക്ഷേ ഈ വചനം സംസാരിക്കുന്ന സമയത്ത് പിശാചിന് അവിടെ ആധിപത്യം എടുക്കാൻ സാധിക്കത്തില്ല. വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ച് നിൽക്കുമ്പോൾ അതുകൊണ്ട് അവൻ മാറി നിൽക്കുന്നത്. അവൻ ഈ ഉറക്കം കെടുത്തി കളയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഈ മനുഷ്യരെ അസ്വസ്ഥമാക്കാൻ പറ്റാതെ വണ്ണം അവൻ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം പിശാചിന് നമ്മൾ യഥാർത്ഥമായി ദൈവവചനം പറയുന്നിടത്ത് പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വചനത്തിന്റെ ശക്തി പുറപ്പെടുന്ന സമയത്ത് പിശാച് ഇളകുന്നത്. അതുകൊണ്ട് വ്യക്തികളിലിരിക്കുന്ന പൈശാചി ശക്തിയിൽ ഇളകുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഈ വചനത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ തീ അങ്ങോട്ട് വ്യാപരിക്കുമ്പോൾ ഇവൻ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇവ വിട്ടുപോകും. അത് ഹല്ലേലൂയ. അപ്പൊ ആ സമയത്ത് അയാൾ ഇന്ന് വിട്ടുപോകുന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണ്. ഹല്ലേലൂയ. ഓരോ രീതിയിലാണ് ദൈവത്തിന്റെ വചനം. പലപ്പോഴും നമ്മുടെ ചർച്ചിലൊക്കെ നമ്മുടെ അനീഷ് പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, വീട്ടിൽ 2500 3000 ദിറംസ് കൊടുത്ത് വാങ്ങിച്ച് ഡണ്ണിലും മെത്തേ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തവരെ 20 ദിറംസിന്റെ കസേര നിന്ന് ഉറങ്ങും. അത് ഒരു ഗുണമാണല്ലോ.
എന്ന് പറയും. കാരണം കളിയാക്കും ഫസ്റ്റ് കാരണം അതില് പല ആൾക്കാരും അതാ. ഇപ്പൊ ഞാനിവിടെ ശുശ്രൂഷിക്കാൻ ഇപ്പം സൺഡേ പോകുന്ന സമയത്ത് ഒരു അമ്മച്ചിയുണ്ട്, ഭയങ്കര പ്രായമുള്ള അമ്മച്ചി, ഒരു ഹാലയ. ആ അമ്മച്ചി നമ്മള് വചനം നല്ല ശക്തമായ വചനം പറയാൻ നോക്കുക, അമ്മച്ചി വായും പൊളിച്ചെന്ന് ഇങ്ങനെ ഉറങ്ങുന്നതാണ്. അപ്പൊ കാണാൻ ഞാൻ ഉറങ്ങിക്കോട്ടെ, എന്ത് ചെയ്യാൻ, നമുക്ക് പുറത്തിരുത്തി എത്ര ഇരിക്കാൻ പറ്റും. ഹാലയില് ഒരാൾ ഉറങ്ങാനെങ്കിലും സഹായിക്കുന്നവിടെ ഉറങ്ങിക്കോട്ടെ എന്ന്. ഹാലയില് അപ്പം ആമേൻ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന വചനത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ഹാലേലിയ ആമേൻ നാമത്തിന് വേണ്ടി നമ്മൾ വിതച്ചിട്ട് പോകുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ഹാലയിലെ പുതിയ നിയമത്തിൽ നമ്മൾ തിമോത്തിയോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തിമോത്തിയോസിന് പറഞ്ഞ അമ്മച്ചി പ്രാർത്ഥന, വല്യമ്മച്ചിയുടെ പ്രാർത്ഥന. ഹാലയിലെ അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും ഒരു വല്യമ്മച്ചിയും ഉണ്ടായോണ്ട് തിമോത്തിയോസിനെ മേൽ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷ പകരപ്പെടും നമ്മൾ കാണുന്നുണ്ട്. ഹാലേലിയ. ആ തിമോത്തിയോസിനെ കുറിച്ച് ഹാലേലിയ ആമേൻ. എന്റെ പൗലോസ് അപ്പോസ്തലന്റെ കാലം കഴിയാറ് പൗലോസ് അപ്പോസ്തലൻ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ തിമോത്തിയോസ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹാലേലിയ. ആമേൻ. തിമോത്തിയോസിനെ വേണ്ടിയിട്ട് 2 ലേഖനങ്ങൾ എഴുതുന്നു. ഹാലേലിയ. പൗലോസ് വ്യക്തികൾക്കായിട്ട് ലേഖനങ്ങൾ എഴുതിയത് ഒന്ന് തിമോത്തിയോസും തീത്തോസിനും ഉള്ളല്ലേ. ബാക്കിയെല്ലാം സഭയ്ക്ക് എഴുതിയപ്പോൾ വ്യക്തിപരമായിട്ട് ലേഖനം എഴുതാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഹാലലിയ ആമേ ആ കൃപ തിമോത്തിയോസിന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദൈവസേന ഇരിക്കുന്നൊന്നും വെറുതെ അല്ല മക്കളെ. ഹാലയിലെ നമ്മൾ വെറുതെ അല്ല ദൈവസേന സമയം സ്പെൻഡ് ചെയ്ത്. നിങ്ങൾ ഉറക്കം ഒഴിഞ്ഞ് ഹാലയിലെ നിങ്ങൾ ദൈവസേന ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പലരും നമ്മുടെ മുഖത്തൊക്കെ ഇത്രയും നാൾ പ്രാർത്ഥിച്ച് എന്തോ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിവിടെ ബാങ്കിൽ കൊണ്ട് FD ഇടുമ്പോൾ ഞാൻ FD ഇട്ട് വെക്കുന്നത് ഇവിടുത്തെ ബാങ്കിലല്ല, അല്ലെങ്കിൽ സ്വർഗത്തിലെ ബാങ്കിലാണെന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ദൈവം അളന്ന് ഒരു എന്താ പറയാ, നമ്മൾ പറയുന്ന അമർത്തി കുലുക്കി കവിയുന്ന ഒരു അളവ് ദൈവം അളന്ന് കൊടുക്കും. എവിടെ കൊടുക്കും? നമ്മുടെ തലമുറകളുടെ മടിയിൽ കൊടുക്കും. ഹാലലിയ. നമ്മുടെ കൊച്ചുമക്കളുടെ മടിയിൽ കൊടുക്കും. വരുന്ന തലമുറയ്ക്ക് ദൈവം കൊടുക്കും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഉണർന്നിരിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹാലലിയ. അല്ലെങ്കിൽ ഞാൻ ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഹാലലിയ. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ തലമുറയായിട്ട് ഇതിന്റെ അനുഗ്രഹം ദാവീദിനോടൊരു വാഗ്ദത്തം ചെയ്തിട്ട് വന്ന പെരും തലമുറകളൊക്കെ തെറ്റിപ്പോയിട്ട് പോലും ദാവീദിനുള്ള നിയമത്തെ ദൈവം ഇന്നും ഓർത്തിരിക്കുന്നെങ്കിൽ ഹാലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞ ഹാലേലൂയ ആ വാക്ക് ഇന്നും ദൈവം പാലിക്കുന്നെങ്കിൽ ഹാലേലൂയ. നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും ദൈവത്തിന്റെ വചനത്തിൽ ഹാലേലൂയ പറഞ്ഞിട്ടുള്ള പ്രോമിസുകൾ ഒന്നും മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധി ഈ ദിവസങ്ങളിൽ ഹാലേലിയ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മൾ ചെലവഴിക്കുന്ന സമയം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമ്മൾ പറയുന്ന വചനം എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഹാലേലിയ. ആ ദൈവം ഓർത്ത് വെച്ച് മറുപടി കൊടുക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണെങ്കിൽ ഹാലേലിയ നമ്മുടെ പ്രാർത്ഥനകൾ അതിശക്തമായി തന്നെ ഹാലേലിയ നമ്മുടെ വരും തലമുറ ഒരു അനുഗ്രഹവും പ്രാപിപ്പാൻ നമ്മുടെ ഓരോ പ്രാർത്ഥനയും അത് കാരണമാകുമെന്ന് വെച്ച് ഹാലേലിയ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞായറാഴ്ച നമ്മൾ സാധാരണ വചനം പറയാറില്ല, പക്ഷേ ഇന്ന് അതുകൊണ്ട് ചെറിയൊരു മെസ്സേജാക്കി നമ്മൾ നിർത്തിയതിന്റെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. ദൈവം വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.